ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓഡീഷനിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഹാർദമായ സ്വാഗതം. അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത നമ്പർ പ്രകാരം ഓരോരുത്തരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. ആദ്യമായി ശ്രീജ കോഴിക്കോടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പേര് ശ്രീജ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനിവിടെ ഒരു അമ്മ ടീച്ചറുടെ അടുത്തേക്ക് വന്നിട്ട് മോനെ ഒരു ദുർനടപ്പ് നടക്കണ മോനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ടീച്ചറുടെ അടുത്തേക്ക് വന്നതാണ്. ആ രംഗം ഞാനൊന്ന് ഇവിടെ അവതരിപ്പിക്കാം. ഇക്കിപ്പോൾ എൻ്റെ മോനെ പറ്റിയിട്ട് എല്ലായിടത്തുനിന്നും പരാതിയാണ് കേൾക്കുന്നത്. അവനൊന്ന് നന്നാക്കി എടുക്കണമായിരുന്നു ടീച്ചറെ. അവൻ കഞ്ചാവ് അടിക്കുന്നുണ്ടെന്നും ആളുകളെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കേൾക്കുന്നു. ഞാനെൻ്റെ മോനോട് മിണ്ടിയിട്ട് തന്നെ എത്ര ദിവസമായി എന്നറിയോ? അപ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇവിടെ വന്നു പോയി. പക്ഷേ നമ്മുടെ ഡയറക്ടർ കുറച്ച് അല്പം നേരം വൈകി. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ടറുടെ കാര്യം പറയാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡയറക്ടർ സാബു മലയിൽ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സാറ് ഒരു 2 വാക്ക് ഒന്ന് പറയും. ഒരല്പം വൈകിപ്പോയി. പ്രൊഡ്യൂസറുമായിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു നമ്മുടെ സിനിമയുടെ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ലേ? ഇതുവരെ കഴിഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഇരിക്കാം, അങ്ങോട്ട് ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. പുറമേ നിൽക്കുന്നവരെല്ലാവരും അകത്തേക്ക് കയറിയിരിക്കേണ്ടതാണ്. അടുത്തതായി വേദിയിലേക്ക് വാസൂട്ടനെ ക്ഷണിച്ചു. വാസൂട്ടൻ, വെൽക്കം. വാസൂട്ടൻ വന്നിട്ടുണ്ടോ? അടുത്ത ആളെ വിളി. വാസൂട്ടൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ചന്ദ്രിക ചേർത്തലിനെ ക്ഷണിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് സാർ. എൻ്റെ പേര് വാസു, മുഴുവൻ പേര് വാസുകൂട്ടെന്നോ. സ്റ്റേജില് ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ചായ അടിക്കലാണ് എൻ്റെ ജോലി. ഒരു ചെറിയ ചായക്കട ഉണ്ട് എനിക്ക്. അപ്പൊ എൻ്റെ ചായക്കടയില് 2 പേര് വന്നു ചായ കുടിക്കാൻ. അവര് സിനിമാകാരാന്ന് പറഞ്ഞു. സിനിമാകാരാന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് തന്നെ അവർക്ക് 2 ചായ ഫ്രീ ആയിട്ടാ കൊടുത്തു. അപ്പോഴാണ് അവര് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ അഭിനയിക്കാന്നും പറഞ്ഞു. അപ്പോൾ ഓഡീഷന് വരാൻ പറഞ്ഞു. ഞാൻ അതിനന്ന് ഓഡീഷന് വന്നു. പിന്നെ ഞാനേ ആദ്യമായിട്ട് ഓഡീഷന് വരുന്നെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓടി പിടിച്ചെത്തുമ്പോഴേക്കും ക്ഷീണായി. എന്താ ചെയ്യാ, ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ പോയത്. അപ്പോൾ സാറുമാരോട് ഞാൻ ക്ഷമ ചോദിക്കാണ്. അഭിനയിക്കാനുള്ള പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. എനിക്ക് ചായ അടിക്കാനേ അറിയോ, അത് ഞാൻ കാണിക്കാം. ഇയാളെ ചായക്കട അങ്ങോട്ട് മാറ്റോടാ. മിക്കവാറും മാറ്റാനുള്ള സാധ്യത. ഇവിടെ 2 ചായ അല്ലേ? ഈ സമയത്തല്ലേ സുൽഫിയെ നമ്മളപ്പോ ആൾക്കാരി വന്നത്? അതെ, നമ്മുടെ പഴയ സീനൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടാ. മോളെ, ഈ ചായ ഒന്ന് കൊടുത്തേ. അതന്നെടാ, അതന്നെ. ഈ ചായ ഇതേ എനിക്കറിയൂ. ഓക്കെ, നന്ദി, നമസ്കാരം.
എന്തൊരു പാവം. ഇയാളല്ലേ നമ്മള് പറ്റിച്ചിട്ട് ഓടിപ്പോയത്? പാവം മനുഷ്യൻ. ആ. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത വാസൂട്ടിനെ അഭിനന്ദനങ്ങൾ. അടുത്തതായി വേദിയിലേക്ക് ചന്ദ്രിക ചേർത്തലയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു വീട്ടമ്മയായി ഒതുങ്ങാതെ തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്ന ചന്ദ്രിക ചേർത്തല, വെൽക്കം. അടുത്തതായി ടോണി ഐസക്. കാലിഫോർണിയയിലെ പ്രശസ്തമായ ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം അഭിനയ മോഹം കൊണ്ട് നമ്മുടെ ഓഡിഷനിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. ടോണി ഐസക്, വെൽക്കം. അടുത്തതായി പ്രതിഭ കിഷോർ ഫ്രം ചെറുതുരുത്തി. കലാമണ്ഡലത്തിൽ നിന്നും കൂടിയാട്ടം പഠിച്ചിറങ്ങിയ ഇവർ നിരവധി വേദികളിലുള്ള പ്രശസ്തി നേടിയ കലാകാരിയാണ്. അഭിനയ മോഹവുമായി ഞങ്ങൾക്ക് മുന്നിൽ പ്രതിഭ കിഷോർ, വെൽക്കം. അതെങ്ങനെയാ? എന്റെ അച്ഛപ്പ വിളിച്ചിട്ടേ ഉള്ളൂ, ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. ഒന്ന് മാറിക്കേ. സാറേ കയ്യിന്ന് പോയി തോന്നുന്നുണ്ട് കുട്ടിയുടെ. അയ്യോ, എന്താ എന്താ ഇവിടെ പ്രശ്നം? നമ്മളെ കരയിപ്പിക്കുവോ? അച്ഛനോ? അച്ഛൻ എന്ത് പറ്റി? ഇല്ല, എന്റെ അച്ഛപ്പ വിളിച്ചു വെച്ചോളൂ. എന്റെ അച്ഛപ്പ പോയിട്ടില്ല. അയ്യോ അമ്മ, അമ്മ, അമ്മ. അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛനെന്താ പറ്റി? അയ്യോ ഇപ്പൊ ഫോൺ വിളിച്ച് വെച്ചല്ലേ ഉള്ളൂ. അച്ഛാ എന്തുണ്ടായേ? അമ്മ, അമ്മ, എന്താ അച്ഛനെ പറ്റിയത്? എന്തേ? ഇപ്പൊ ഫോൺ വിളിച്ചതല്ലേ ഉള്ളൂ, മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞതല്ലേ. അച്ഛനീക്ക്, അച്ഛാ, അച്ഛാ, അച്ഛനീക്ക്. എന്താ ചെയ്ത്? അയ്യോ അമ്മ, അമ്മ എന്തുണ്ടായ അമ്മ? ഇപ്പൊ വിളിച്ചു വെച്ചോളൂ അച്ഛൻ. അച്ഛാ എനിക്ക്, അച്ഛാ എന്താ പ്രശ്നം? അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും? സാറേ, സാറേ എനിക്കറിയില്ല സാറേ. നാണം കെടുത്തല്ലേ, നാണം കെടുത്തല്ലേ സാറ്, നമ്മള് നാണം കെടുത്തല്ലേ സാറേ. സാറേ കരയല്ലേ സാറേ. സാറേ സാറേ കരയല്ലേ, കരയല്ലേ സാറേ. അയാള് നാണം കെടുത്തുന്നു ഇട്ടിട്ടുണ്ടല്ലോ. പോട്ടെ, അങ്ങനെ കെട്ടുന്നല്ലേ. പോട്ടെ, സാറില്ല. ആ കുട്ടിക്ക് അത് വിധിച്ചിട്ടുള്ളൂ. പോട്ടെ സാറേ. നമ്മുടെ ഡയറക്ടർ പാവം കരഞ്ഞു ഉറങ്ങിപ്പോയി തോന്നുന്നു. സാറേ, ഞാനാ ഭദ്രൻ. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നാണേ. ആ പറയൂ. അതെ, ആ സാറിനെ ഒന്ന് വിളിക്കൂ. ഓ സാറിനോടായിരുന്നു. ആ സാറേ, സാറേ ചാൻസിനാന്ന് തോന്നുന്നു. ചാൻസാ? സാറേ, എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണിതേ. ഇപ്പൊ ഞങ്ങൾക്ക് ചാൻസ് എന്തെങ്കിലും? പിന്നെന്താ, നല്ല വേഷമൊക്കെ ഉണ്ട്, കൊടുക്കാലോ. ഓ വളരെ സന്തോഷം സാറേ. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വാ. ശരി സാർ. ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് വരൂ. അതേ, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ഒറ്റയ്ക്ക് വന്നാ മതി, ഇയാളെ കൂട്ടണ്ട. മനസ്സിലായെന്ന് വിചാരിക്കണേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാറേ. കണ്ണടിച്ചു കൂട്ടാ. എങ്ങനെണ്ടാ സാബു സാറേ?
ഹേമ കമ്മീഷൻ കേട്ടാ, ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. നിർത്തുന്ന ഒരാള്